ഗ്രാസ് ഹോപ്പർ ജോഗ് ഫാൾസ് പാക്കേജ് ടൂറിൻ്റെ ഇന്നത്തെ നാലാമത്തെ ഡെസ്റ്റിനേഷനാണ്. ആദ്യത്തെ ദിവസത്തെ നാലാമത്തെ ഡെസ്റ്റിനേഷൻ. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ മുർദേശ്വർ ടെമ്പിളായിരുന്നു, അത് കണ്ടു. അതിനുശേഷം ഫന്നവാറിലുള്ള ഒരു കണ്ടൽ തോട്ടമൊക്കെ കണ്ടു. മൂന്നാമത് കുന്തുരുകി ഹാങ്ങിങ് ബ്രിഡ്ജാണ് കണ്ടത്. അപ്പോൾ നാലാമത്തെ സ്ഥലം ഇതൊരു വെള്ളച്ചാട്ടമാണ്. ഞങ്ങൾ വണ്ടിയിൽ വരുന്ന വഴി റോഡ് സൈഡിൽ ബോർഡ് കണ്ടു, ബംഗാര കുസുമ വെള്ളച്ചാട്ടം. അപ്പോൾ അവിടെ ഇറങ്ങി അവിടെ എൻട്രൻസിൽ അവരുടെ ഓഫീസൊക്കെ ഉണ്ട്, ഫോറസ്റ്റുകാരുടെ ഓഫീസൊക്കെ ഉണ്ട്. ഇത് ഫോറസ്റ്റിന് കീഴിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഫോറസ്റ്റുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രവേശനം 5 മണി വരെ ഉണ്ട്, കുളിക്കാനൊക്കെ പറ്റിയ വെള്ളച്ചാട്ടമാണ്, ഡേഞ്ചറസ് ഒന്നും അല്ല. അങ്ങനെയാണ് ഞങ്ങളിവിടെ ഇറങ്ങിയത്. ഏകദേശം 1 കിലോമീറ്റർ ട്രെക്കിംഗ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പം 1 കിലോമീറ്റർ ട്രെക്കിംഗ് ഒക്കെ എല്ലാവർക്കും നടത്താം. അത്ര ഇച്ചിരി ബുദ്ധിമുട്ട് ഇല്ലാത്ത ട്രെക്കിംഗ് എന്നാണ് പറഞ്ഞത്, സോഫ്റ്റ് ട്രെക്കിംഗ് എന്നാണ് പറഞ്ഞത്. 50 രൂപ പ്രവേശന ഫീസാണ്. പ്രവേശന ഫീസ് കൊടുത്തിട്ടാണ് അകത്ത് കയറിയിരിക്കുന്നത്. ഈ സ്ഥലമുള്ളത് പിന്നെ ഹൊന്നവാറിൽ നിന്നും ബാംഗ്ലൂർക്ക് പോകുന്ന വഴി. ഞങ്ങൾ ജോഗ് ഫാൾസിൽ പോകുന്നത് ആ റൂട്ടിലാണ്. അവിടെ നിന്ന് ഹൊന്നവാറിൽ നിന്ന് ഏകദേശം 41 കിലോമീറ്റർ കഴിയപ്പോഴും ഇടത് ഭാഗത്തായിട്ടാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ ബോർഡൊക്കെ വെച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. വെള്ളച്ചാട്ടം അങ്ങ് ദൂരെയാണ്, 1 കിലോമീറ്റർ അകലെയായിട്ടാണ്, റോഡ് സൈഡിലൊന്നുമല്ല. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിരിക്കുകയാണ്. 5 മണി വരെയാണ് പ്രവേശനം ഉള്ളത്. 5 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങണം. പിന്നെ ഇറങ്ങുന്നവരെ അവർ കാത്തിരിക്കും. അപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്കുള്ള നടത്തം തുടരുകയാണ്. ഇപ്പം ധാരാളമായി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നൊരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇപ്പം ബംഗാര കുസുമ വെള്ളച്ചാട്ടം. നല്ല മഴ സമയത്താണ് വരുന്നതെങ്കിൽ നല്ല അതിൻ്റെ വെള്ളം കാണാൻ പറ്റും, നല്ല വെള്ളച്ചാട്ടം കാണാനായിട്ട് കഴിയും. പിന്നെ ഇവിടെ കുളിക്കുന്നതിനും കഴിയും. അതുകൊണ്ട് ഇപ്പം ടൂറിസ്റ്റുകളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്ഥലം കൂടിയായി മാറിയിരിക്കുകയാണ് ഈ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിലേക്കുള്ള നടത്തം ഞങ്ങൾ തുടരുകയാണ്. പോകുന്ന വഴിയെല്ലാം തന്നെ റോഡിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. പശ്ചിമഘട്ട മലനിരകളാണ് ചുറ്റും. അതിൻ്റെ താഴെയുള്ള കുന്തിരയമ്പക് റേഞ്ചാണ്, ഫോറസ്റ്റ് റേഞ്ചാണ് ഈ കാണുന്നത്. ഇത് ഒന്നാം തരം ഒരു കാട്ടിനുള്ളിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. ഈ വെള്ളത്തിൽ കൂടെ ചവിട്ടിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു റെയിൻ കോട്ട് കരുതുന്നത് നല്ലതായിരിക്കും. ഏത് സമയത്തും മഴ പെയ്യുന്ന സീസണായിട്ട് ഏത് സമയത്തും മഴ പെയ്യാം. കുട പിടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ റെയിൻ കോട്ട് ഇട്ടുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ ചെരുപ്പിൻ്റെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. ചെരുപ്പ് ഇപ്പം ക്യാൻവാസ്, ലെതർ ഷൂസ് ഇങ്ങനെയുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നനഞ്ഞ് കുതിർന്നു പോകും. കാരണം ഈ വെള്ളത്തിൽ കൂടെയൊക്കെ തന്നെ നടന്നു പോകേണ്ടി വരും നമുക്ക്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. എല്ലാം റോഡിനെ ക്രോസ് ചെയ്തിട്ടാണ് ഈ വെള്ളം ഒഴുകി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ചവിട്ടിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പം വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കല്ലുകളാണ്, പിന്നെ ചെരുപ്പിടാതെ പോകാനും നമുക്ക് പറ്റില്ല. ചെരുപ്പിട്ട് തന്നെ പോകണം. കല്ലുകൂടെ ചവിട്ടിയൊക്കെ തന്നെ പോകണം. ഉരുളൻ കല്ലുകളും കൂർത്ത കല്ലുകളും ഒക്കെ ഉണ്ട് ഇവിടെ ഈ വഴിയിൽ. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. വെള്ളച്ചാട്ടത്തിലെ വെള്ളമായി പോകുന്നത്, ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം റോഡിന് കുറുകെയായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല മഴ സമയത്തേ ഉള്ളൂ ഇത്രയും വെള്ളമൊക്കെ കാണുന്നത്. അപ്പോൾ മഴ സമയം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടൊന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. വെള്ളച്ചാട്ടങ്ങളൊക്കെ സന്ദർശിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയമാണ്. ആ സമയത്തൊക്കെയാണ് മഴയുള്ളത്. അപ്പോൾ ഞങ്ങൾ വഴി അതങ്ങനെ ചെറുതായി വരികയാണ്. പുല്ലുകൾ 2 സൈഡിലും വരികയാണ്. നേരത്തെ ആണെങ്കിൽ കുറേ കൂടെ വീതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീതി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം വെള്ളച്ചാട്ടത്തിലേക്ക് അടുക്കാറായി കാണും. ഇവിടെ എല്ലാം റോട്ടിൽ കൂടെ വെള്ളം ഒഴുകുകയാണ്. ഈ വെള്ളത്തിലെ കൂടെ ചവിട്ടിയിട്ട് തവണ സൈഡിൽ കൂടെ പോയാണ്. ഒരു സൈഡ് ഇച്ചിരി റോഡുള്ളൂ, അതിൻ്റെ അപ്പുറ സൈഡിൽ വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് ഈ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ കടന്ന് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നല്ല ഒഴുക്കുണ്ട്. ഇപ്പം കാലെടുത്ത് വയ്ക്കുമ്പം ചിലപ്പോൾ ഒഴുക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ പോകേണ്ടി വരും. അപ്പോൾ നമ്മളെ ഗൈഡ് മാനേജർ എല്ലാവരെയും വെള്ളത്തിൽ കൂടെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ കൈ പിടിച്ച് കടത്തി വിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് കടന്നു പോകാൻ പറ്റും.
അപ്പോൾ എല്ലാവരെയും കടത്തി വിട്ടിട്ടുണ്ട്. നല്ല ഒഴുക്കുണ്ട്, ശ്രദ്ധിച്ചിരുന്നില്ല ചിലപ്പോൾ ഒഴുകി പോകും നമ്മൾ. ഇവിടെ എല്ലാവരും വരുന്നത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനും റീൽ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ ആയിട്ടാണ് വരുന്നത്. കുളിക്കുന്നവരും ഉണ്ട്, എന്നാലും എല്ലാ ആൾക്കാരും ഇവിടെ കുളിക്കുന്നതായിട്ട് കാണുന്നില്ല. കുറച്ച് ചെറുപ്പക്കാർ സെറ്റൊക്കെ വന്നിട്ട് കുളിക്കുന്നുണ്ട്. വെള്ളത്തിന് കളർ നല്ല കളറാണ്, അതായത് പിന്നെ അഴുക്ക കളറല്ല, അതായത് ചെളി കളറില്ല, ചെളി ഒഴുകി വരുന്നില്ല, ചെളിയല്ല വരുന്നത്. അപ്പോൾ നല്ല പതഞ്ഞ് നല്ല വെള്ള കളറിൽ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണിത്. ഇപ്പോൾ ഇവിടെ ഞങ്ങളങ്ങ് ഏകദേശം എത്താറായി. ഇവിടെ ഒരു മരമൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് കിടപ്പുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നൂണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അവസാനം ഞങ്ങൾ ബംഗാര കുസുമ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഈ വലത് ഭാഗത്ത് നമുക്ക് കുളിക്കാനായിട്ട് പറ്റും. അവിടെ എത്ര ഒഴുക്കില്ല, ആൾക്കാർ കുളിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. ഇതാണ് ബംഗാര കുസുമ വെള്ളച്ചാട്ടം. ഹെബ്ബെ ഫാൾസ് എന്നും കൂടെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഞാൻ വായിച്ചപ്പോൾ ഒരിടത്ത് ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഹെബ്ബെ ഫാൾസ് എന്ന് കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ബംഗാര കുസുമ കന്നഡ പേരാണ്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഫോട്ടോ സെഷനാണ്. ഈ ഫോട്ടോയൊക്കെ എടുത്ത് ഇപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കുളിക്കാനൊന്നും ഇറങ്ങുന്നതായി കാണുന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയാവാറായി. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണം. ഞങ്ങൾക്ക് ജോഗ് ഫാൾസിൽ എത്തിച്ചേർന്ന് അവിടെയാണ് താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് 2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് പോവുകയാണ്. ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. നല്ലൊരു വെള്ളച്ചാട്ടമാണ്. 2 തട്ടായിട്ടാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. 168 മീറ്റർ ഉയരം ഉള്ള ഒരു വെള്ളച്ചാട്ടം കൂടിയാണിത്. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിനോട് വിട വാങ്ങുകയാണ്. ഞങ്ങളുടെ ഫോട്ടോ സെഷൻസൊക്കെ കഴിയും.